ഹലോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്നിട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്കെല്ലാവർക്കും പരിചിതമായ നമ്മുടെ നാടൻ വിഭവമാണ് ഓട്ടട അല്ലെങ്കിൽ ഓട്ടപ്പം എന്നൊക്കെ പറയുന്ന ആ ഒരു ഐറ്റമാണ് ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കണ്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുക, പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കുഴിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയാണ്, പിന്നെ 1 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്തുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് ഈ ഒരു മാവിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ച് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലെ നിങ്ങളെന്ത് ചെയ്യുക, ഒന്ന് കുഴച്ച് പാകമാക്കി വെക്കുക കേട്ടോ. പാകമാക്കിയിട്ട് 2 മിനിറ്റ് ഈ ഒരു രൂപത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ കുഴക്കുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഒരു മാവ് നല്ല രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഞാൻ വീഡിയോയിൽ കാണുന്ന രൂപത്തിൽ കുഴച്ച് വെള്ളം ചേർത്ത് ഈ ഒരു കട്ടിക്ക് മാവ് ലെവലാക്കി എടുക്കുക. എന്നിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാവ് നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ബാറ്റർ റെഡിയാക്കാനായിട്ട്. കൂടുതൽ ലൂസായി പോകരുത്, കാരണം അത്ര കട്ടിയിൽ ആവും ചെയ്യാൻ. എന്നിട്ട് നമ്മുടെ ചൂടായിട്ടുള്ള നമ്മുടെ ഓട്ടപ്പം അല്ലെങ്കിൽ ഓട്ടട ചുടുന്ന ചട്ടിയിലോട്ട് ഇതുപോലെ ഒരു കയ്യിൽ ഒഴിച്ച് കൊടുത്ത് അല്പനേരം ഇങ്ങനെ തുറന്ന് വെക്കുക കേട്ടോ. തീ നല്ല ഓവറായിട്ട് കത്തും ചെയ്യരുത്, എന്നാൽ പറ്റ കുറഞ്ഞ തീയിൽ ആവും ചെയ്യരുത്. എന്നിട്ട് ഇങ്ങനെ തുറന്ന് വെച്ചതിന് ശേഷം 2 സെക്കൻഡ് ഒന്ന് ഒരടപ്പ് വെച്ച് മൂടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മൂടി ഒന്ന് തുറന്ന് കൊടുക്കുക. ഒരുപാട് നേരം മൂടി വെക്കരുത്, അടി കരിഞ്ഞു പോകും. തുറന്ന് വെച്ച് ഇതുപോലെ നമ്മുടെ ഈ ഒരു അപ്പം ഈ ഒരു രീതിക്ക് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ഇതിൽ നമുക്ക് ഇത് ചുട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ചൂടുള്ള ചട്ടിയിൽ ഒഴിച്ചതിന് ശേഷം ഒരല്പം നേരം ഒന്ന് തുറന്ന് വെക്കണം. തുറന്ന് വെച്ചാലാണിത് നല്ല രീതിയിൽ ഇങ്ങനെ പൊങ്ങി വന്ന് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ അടുപ്പ് വെച്ചൊന്ന് മൂടി ചുട്ടെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നല്ല തേങ്ങ ചട്ടിനിയും അതുപോലെ ചൂട് കട്ടൻ ചായയും കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തണം. പിന്നെ മറക്കാതെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.